ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസ്തൈമിയയെ പറ്റിയിട്ടാണ്. ഡിസ്തൈമിയ അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പെർസിസ്റ്റന്റ് ആയിട്ട് ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ നിലനിൽക്കുന്ന ഒരു അസുഖമാണ് ഡിസ്തൈമിയ എന്ന് പറയുന്നത്. ഇത് ഗ്രാജുവൽ ഓൺസെറ്റ് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് സിവിയർ നമ്മുടെ മേജർ ഡിപ്രഷൻ എന്ന് പറയത്തക്ക പോലെ സിവിയറിറ്റിയിൽ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. 5-6% ഓഫ് ജനറൽ പോപ്പുലേഷനിൽ ഈ ഒരു ബുദ്ധിമുട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ പറഞ്ഞതുപോലെ വിഷാദത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും, പക്ഷെ സിവിയറിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ്. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ലോ മൂഡ്, എപ്പോഴും ക്ഷീണം, തളർച്ച, ഭക്ഷണം കഴിക്കാൻ താല്പര്യക്കുറവ്, അല്ലെ ഭക്ഷണം ഒരുപാട് കഴിക്കുക, ഉറക്കക്കുറവല്ലേ ഉറക്ക കൂടുതലായിട്ടുണ്ടാവുക, വർത്ത്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ഗിൽറ്റ് ഫീലിംഗ്, ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യാം, സോഷ്യൽ ആക്ടിവിറ്റീസിനൊന്നും താല്പര്യമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുട്ടികളിലാണെങ്കിൽ ലോ മൂഡിനോടൊപ്പം ഇറിറ്റബിലിറ്റി, ആങ്കർ, ഫ്രസ്ട്രേഷൻ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇത് ലോങ് ടേം ആയിട്ട് നീണ്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു പാർട്ട് ഓഫ് ലൈഫാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ളൊരു സാധ്യതയും കൂടുതലാണ്. പക്ഷേ ഈ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പാർട്ട് ഓഫ് ലൈഫാണ് എന്ന് തെറ്റിദ്ധരിക്കാതെ ട്രീറ്റ്മെന്റ് എടുക്കാൻ, ഒരു ഡോക്ടറിനെ കാണിക്കുകയും ട്രീറ്റ്മെന്റ് എടുക്കാനും മടി കാണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി കമ്മിങ് ടു കോസസ്, എന്തൊക്കെയാണ് കാരണങ്ങൾ? മൾട്ടി ഫാക്ടോറിയലാണ്. ഞാൻ എല്ലാ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ പറയുമ്പോഴും പറയുന്നത് പോലെ മൾട്ടി ഫാക്ടോറിയലാണ്. തലച്ചോറിന്റെ ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, തലച്ചോറിന്റെ കെമിക്കലുകളുടെ ഏറ്റക്കുറച്ചിലുകൾ, ഇംബാലൻസ് ഒക്കെ ഇതിലേക്ക് നയിക്കാനുള്ളൊരു കാരണമാണ്. ഫാമിലി ഹിസ്റ്ററി, ഫസ്റ്റ് ഓർ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സിൽ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കും ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ലൈഫ് ഇവൻറ്റ്സ് ലൈക്ക് ഇപ്പോൾ സെപ്പറേഷൻ ആയിക്കോട്ടെ, ഡിവോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മരണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ആയിക്കോട്ടെ, അതൊക്കെ ഇതിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചില വ്യക്തിത്വ സവിശേഷതകളിലും വ്യക്തിത്വ വൈകല്യങ്ങളിലും ഡിസ്തൈമിയ കാണാനായിട്ട് സാധിക്കും. ഇനി എന്താണ് കോംപ്ലിക്കേഷൻസ്? ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയാനായിട്ട് അത് കാരണമാകും. നമ്മുടെ ജോലിയെ, പഠിത്തത്തെ, റിലേഷൻഷിപ്സിനെയൊക്കെ ഇത് മോശമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡിപ്രഷനിലേക്കും ഉത്കണ്ഠയിലേക്കും ഒക്കെ പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അഡിക്ഷൻസിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. സൂയിസൈഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രത്തോളം ഒക്കെ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഡിസ്തൈമിയ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പ്രോപ്പർലി ട്രീറ്റ്മെന്റ് എടുക്കാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്യുക. എങ്ങനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും? പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആഡിക്വേറ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, എക്സസൈസ്, നല്ല ഉറക്കം ശീലമാക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതിനോടൊപ്പം സ്ട്രെസ് കുറച്ച് വെക്കാൻ സഹായിക്കുന്ന ഏത് കാര്യങ്ങളും ഇതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സ്ട്രെസ്സിനെ പറ്റി ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർലി ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ്. സോ നമ്മൾ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണാനായിട്ട് മടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ഡയഗ്നോസിസിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്യാം? ആദ്യം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും. അതായത് റുട്ടീനായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യും. തൈറോയിഡും വൈറ്റമിൻ D3 ചെക്ക് ചെയ്യും. ബിക്കോസ് തൈറോയിഡും വൈറ്റമിൻ D3 കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സിംറ്റംസ് മിമിക് ചെയ്യാനുള്ള മിമിക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രോപ്പർലി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും ഹിസ്റ്ററിയിൽ നിന്നുമാണ് ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. 2 വർഷക്കാലം എങ്കിലും ഈ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കണം. നമ്മൾ ഡിസ്തൈമിയ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഒരു അഡൽറ്റിൽ, അതായത് 2 വർഷക്കാലം, കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഈ ബുദ്ധിമുട്ട് നീണ്ടു നിൽക്കുന്നുണ്ട്, മെജോറിറ്റി ഓഫ് ദ ഡേയ്സിലും ഇത് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്തൈമിയ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികളിലാണെങ്കിൽ 1 വർഷക്കാലം നീണ്ടു നിന്നാൽ മതി. കുട്ടികളുടെ ലക്ഷണങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു നേരത്തെ. ഇറിറ്റബിലിറ്റി, ആങ്കർ, ഫ്രസ്ട്രേഷൻ ഒക്കെ ആയിരിക്കും ലോ മൂഡിനോടൊപ്പം ഇറിറ്റബിലിറ്റി, ആങ്കർ, ഫ്രസ്ട്രേഷൻ ഒക്കെ ആയിരിക്കും കുട്ടികളിലെ ലക്ഷണങ്ങളായിട്ട് കാണിക്കുക. മറ്റുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ഇത് ഇങ്ങനെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇത് നേരത്തെ തന്നെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. അതായത് ഏർലി ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ ടീനേജിൽ, ഏർലി അഡൽട്ട് ലൈഫിലൊക്കെ തന്നെ ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കാറുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഇത് തുടങ്ങാറുണ്ട്.
ഇനി നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് വരാം. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ മാനേജ്മെന്റും ഉണ്ട്, ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റും ഉണ്ട്. മെഡിക്കൽ മാനേജ്മെന്റിനകത്ത് ആന്റി ഡിപ്രസൻസ് ആണ് മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെന്റ്. ആങ്സൈറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൻസിലൈറ്റിക്സ് ഇവിടെ നമ്മൾ കൊടുക്കാറുണ്ട്. നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തെറാപ്പീസ് ആണ്. നമ്മുടെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് മനസ്സിലാക്കി അത് മാറ്റാനും ഒരു സിറ്റുവേഷനായിട്ട് എങ്ങനെ ബെറ്റർ കോപ്പ് ചെയ്യാം എന്നുള്ളത്, ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടും, ഒരു കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ടും, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ജീവിക്കാനായിട്ടും ഒക്കെ തെറാപ്പീസ് നമ്മളെ സഹായിക്കാറുണ്ട്. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സ് എഴുതുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.